എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മ ഈശോയിലേക്കുള്ള കുറുക്കുവഴിയാണ്. ഈ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയിലെത്തിയ വിശുദ്ധരും നിരവധിയാണ്. ജീവിത വഴിത്താരയിൽ വിരാജിതമായ സ്നേഹമയീഭാവത്തിൻ്റെ തീഷ്ണത എത്രയും ഊഷ്മളതയുള്ളത് എന്ന് കാണിച്ചു തരുന്നു ഈ മാതൃഭാവം. അമ്മയുടെ താരാട്ട് പോലെ സ്വരമാധുര്യമൂറുന്ന മുഹൂർത്തങ്ങളിലൂടെ തന്നെ പിച്ചവെച്ച് നടത്തിയ ആ വലിയ സ്നേഹത്തിൻ്റെ മൂർത്തീഭാവത്തിൽ ആനന്ദം കണ്ടെത്തി ഈശോയിൽ ഒന്നാകുന്നവർ നിരവധിയുണ്ട്. എറണാകുളം ജില്ലയിലെ വരാപ്പുഴ സെന്റ് ജോർജ് പുത്തമ്പള്ളി ഇടവകാംഗമായ ജോർജ് ജോസഫ് തൻ്റെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ കരുണാർദ്രമായ ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. അന്ധകാരാർദ്രമായ പഴയ കാലഘട്ടത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പുത്തൻ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ വഴി നയിച്ച അനുഭവം അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. തങ്ങളുടെ ജീവിതത്തിലുടനീളം ചെറുതും വലുതുമായ അനേകം കാര്യങ്ങളിൽ ആ മാതൃസഹായഹസ്തം ദർശിച്ചതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ജോർജ്. എൻ്റെ പേര് ജോർജ് ജോസഫ്. ഞാൻ എറണാകുളം അങ്കമാലി രൂപതയിലെ വരാപ്പുഴ പുത്തമ്പള്ളി ഇടവക അംഗമാണ്. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ജീവിത പങ്കാളി, 2 കുഞ്ഞുങ്ങൾ, ഒരു സഹോദരി. പരിശുദ്ധ അമ്മ വഴി ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ശരിക്കും ഞങ്ങൾ പാരമ്പര്യമായ ഒരു അക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്ന് മാമോദിസ സ്വീകരിച്ച കത്തോലിക്ക സഭയിൽ അംഗമായ വ്യക്തികളാണ്. എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ പരിശുദ്ധ അമ്മയുടെ ഒത്തിരി ഇടപെടലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ജനിച്ചു വളരുന്നതൊക്കെ ഹൈ റേഞ്ചിലാണ്. ഹൈ റേഞ്ചിൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ചെറുപ്പത്തിലൊക്കെ ഒരു 8 കിലോമീറ്ററൊക്കെ നടക്കണമായിരുന്നു സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ, 1ലും 2ലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ 8 കിലോമീറ്റർ നടന്ന് സ്കൂളിലേക്കൊക്കെ എത്തുമ്പോൾ ആ സ്കൂളിനോട് ചേർന്ന് ഒരു മാതാവിൻ്റെ ഒരു കുരിശുപള്ളിയുണ്ട്. അപ്പം വലിയൊരു അട്രാക്ഷനായിരുന്നു ആ കുരിശുപള്ളിയിലേക്ക്. അല്ലെ മാതാവിൻ്റെ രൂപമാണെങ്കിലും ഞാനൊക്കെ അവിടെ കയറി ഈ അണഞ്ഞിരിക്കുന്ന മെഴുകുതിരിയൊക്കെ എടുത്ത് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊന്നും പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, എങ്കിലും അമ്മയോട് പറയുമായിരുന്നു അമ്മയെ സഹായിക്കണേ എന്നൊക്കെ. പക്ഷേ ആ ഒരു പ്രാർത്ഥന ഒരു പക്ഷേ അമ്മ കേട്ടിട്ടുണ്ടാവാം. പിന്നെ അമ്മയുടെ ഒരു ഗൈഡൻസാണ് ജീവിതകാലം മുഴുവനും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ശരിക്കും ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് ശരിക്കും സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ നാക്കിൻ്റെ കെട്ടൊക്കെ ഇങ്ങനെ മുകളിൽ കയറുന്ന സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ 1-2 വാക്കൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളായിരുന്നു. എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊരു ലാറ്റിൻ പള്ളിയുണ്ട്. അവിടെ എൻ്റെ പപ്പയുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം നടന്നിരിക്കുന്ന സമയത്ത് ഞങ്ങളും ആ വിവാഹത്തിന് പങ്കെടുത്തു. വിവാഹത്തിന് മധ്യേ അവിടെ വിശുദ്ധ കുർബാന കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, ഒരു സ്ത്രീ വന്ന് എൻ്റെ കയ്യെ പിടിച്ച് പൊക്കി എന്നിട്ട് നേരെ അൾത്താരയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഞാൻ ആ സ്ത്രീയെ കണ്ടില്ല. ഞാൻ പിന്നെ അൾത്താരയിൽ കാണുന്നത് ഒരു ഈശോയെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു ചുമല ഷോളൊക്കെ ഇട്ട് നിൽക്കുന്നു. ഒരു ഐസ് ക്യൂബ് ഇങ്ങനെ ഒരു സ്പൂണിനകത്ത് വെച്ച് എൻ്റെ നാക്കിലേക്ക് ഇങ്ങനെ നീട്ടിത്തരുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. എൻ്റെ നാക്കൊക്കെ ഇങ്ങനെ ഒന്ന് പൊള്ളുന്നതായിട്ട് എനിക്കൊരു ഫീൽ ചെയ്തു. എൻ്റെ ശരീരം മുഴുവൻ ഒന്ന് തീ കത്തിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അതോടുകൂടിയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. ശരിക്കും എൻ്റെ നാവിൻ്റെ ഒരു കെട്ടഴിയുന്നത് അന്നത്തെ ആ ഒരു സംഭവത്തോടു കൂടിയാണ്. അതും പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലാണ്. എനിക്ക് ഉറപ്പുണ്ട് എന്നെ കൈക്ക് പിടിച്ച് ഉയർത്തി അൾത്താരയിലേക്ക് ചൂണ്ടിക്കാണിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ദൈവത്തിൻ്റെ ഒരു സ്പർശനം എന്ന് പറയുന്നത്. അതിനുശേഷം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ജപമാല കിട്ടുന്നു. അത് വലിയൊരു അട്രാക്ഷനായിരുന്നു ആ ജപമാല. കാരണം അത് റോമിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അതിന് റേഡിയൻ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ രാത്രി ഇങ്ങനെ റെഡ് കളറിലൊക്കെ ഗ്ലോ ചെയ്യും. അത് വാങ്ങിച്ചെൻ്റെ കഴുത്തിലിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലത് പൊക്കി, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, നമ്മുടെ സമുദായത്തിന് ചേർന്നൊന്നുമല്ല ഇത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, എന്താ ഈ സാധനം, എന്നോടിത് ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. അന്ന് അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ വേദങ്ങളിലൊക്കെ മാതാവിനെക്കുറിച്ച് ഈശോയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ അത് കേട്ടിട്ടില്ലേ? പക്ഷേ എന്നിട്ട് അവൻ അന്നൊരു ചോദ്യം ചോദിച്ചു. ഒരു പക്ഷേ ആ ഒരു ചോദ്യമാണ് എന്നെ കൂടുതൽ ഈശോയിലേക്ക്, മറിയത്തിലേക്ക് അടുപ്പിക്കാനൊരു കാരണം. അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, നിങ്ങളുടെ വേദങ്ങളിലൊക്കെ ഈശോയെക്കുറിച്ച് മറിയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്കതറിയില്ലേ? ശരിക്കും ആ ഒരു അന്വേഷണമാണ് ഈശോയിലേക്ക് എത്തിപ്പെടാൻ കാരണം.
എനിക്കതിന് ഉടനീളം പരിശുദ്ധ അമ്മയുടെ സഹായം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് തരാനും വചനങ്ങൾ കാണിച്ചു തരാനും അമ്മയെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ ഏതെങ്കിലും പള്ളികളിലൊക്കെ ഇങ്ങനെ ഭിത്തികളിൽ എഴുതി വെച്ചിരിക്കുന്ന വചനമൊക്കെ കണ്ടുമുട്ടാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വചനങ്ങളൊക്കെയാണ് എന്നെ ഈശോയിലേക്ക് ചെറുപ്പകാലം മുതൽ അടുപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഈ പാപം ക്ഷമിക്കുന്ന ഒരു ദൈവം, അതിനെക്കുറിച്ച് അന്വേഷിച്ച് എത്തിപ്പെട്ടത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുരിശിൻ്റെ ചോട്ടിൽ ഈശോയുടെ പക്കലാണ് എത്തിപ്പെട്ടത്. എൻ്റെ എൻ്റെ +2 ശേഷം 2004 ഞാൻ ബിടെക്കിന് എൻട്രൻസ് എഴുതി എനിക്ക് കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള അമൽജ്യോതി കോളേജിൽ അഡ്മിഷൻ കിട്ടി. വലിയ സന്തോഷം തോന്നി. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജാണ്, ഒത്തിരി അച്ഛന്മാരെ സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെടാം. പക്ഷേ എന്നെ കൊണ്ട് നിർത്തിയത് എൻ്റെ അമ്മയുടെ അങ്കിളുടെ വീട്ടിലാണ്. അവിടെ ചെന്നപ്പോൾ ശരിക്കും അമൽജ്യോതി ചെന്ന് കഴിഞ്ഞപ്പോൾ ആകെ വലിയൊരു സ്ട്രഗിളായിരുന്നു. കാരണം എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. എൻ്റെ 4ലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു ബാഗും കൂടെയും വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ എൻ്റെ അപ്പനും അമ്മയും കരഞ്ഞിട്ടുണ്ട്. ആ ഒരു മുഖം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. അന്ന് വണ്ടിക്കൂലിക്ക് പോലും കൊടുക്കാൻ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് പഠിച്ചൊക്കെ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു M.Tech ഒരു റാങ്ക് ഹോൾഡറാണ്. റാങ്ക് ഹോൾഡറായ എനിക്ക് ഒരു കാലത്ത് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ഈ അമൽജ്യോതി കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത വരുന്നതെല്ലാം NRIs ആണ്, പഠിപ്പിക്കുന്ന മൊത്തം ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. വായിച്ചാൽ മനസ്സിലാവില്ല, പഠിക്കാൻ അറിയത്തില്ല, ഒരു സംശയം ചോദിക്കാൻ അറിയത്തില്ല. പലപ്പോഴും 50 രൂപയുടെ ഫൈൻ സ്ലിപ്പൊക്കെ എഴുതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, മലയാളം സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത സമയത്ത് ഞാൻ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ ഒന്ന് സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊരു പ്രേരണ കിട്ടി. അങ്ങനെ ഞാൻ തൂത്ത് തുടച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിലുടനീളം ഇങ്ങനെ ഒരു ചോദ്യമില്ലാത്ത കുറേ ഉത്തരങ്ങളാണ് കർത്താവ് തരുന്നത്. അന്നിങ്ങനെ ഒരു ഷെൽഫിൻ്റെ മൂലയ്ക്കുന്ന് ഒരു ചെറിയൊരു പുസ്തകം കിട്ടി. തൊട്ടടുത്ത് കൊരട്ടി ആവേ മരിയ ഒരു ധ്യാനകേന്ദ്രത്തിലെ ഒരു ഗാനമാലിക. ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇവിടെ എങ്ങനെ ആ പുസ്തകം വന്നത്. ഞാൻ ആ പുസ്തകം മറിച്ച് വായിക്കാൻ തുടങ്ങി. ഒരു പേജ് എത്തിയപ്പോഴും 3 നമ്പറിട്ട് എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. അവിടെ എത്തിയപ്പോഴും എന്തോ ഒരു ഫീലിംഗ്, ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന പോലെയോ അക്ഷരങ്ങളൊക്കെ ബൾജ് ചെയ്യുന്ന പോലെയോ. അത് പരിശുദ്ധാത്മാവുടെ ഒരു പാട്ടായിരുന്നു. ഞാനതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ തുടങ്ങി. തിളച്ച വെള്ളം കോരി ഒഴിക്കുന്ന പോലെയോ ഐസ് വെച്ച് മരവയ്ക്കുന്ന പോലെയോ എണ്ണ കോരി ഒഴിക്കുന്നതോ എന്തൊക്കെയോ ഫീലിംഗ്. ഞാനതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്കുണ്ടായ ഒരു അനുഭവം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഇയറിൽ എക്സാം വന്നു. എക്സാം വന്നപ്പോൾ ആദ്യത്തെ എക്സാം മാത്സ് ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി പോകുന്നു. രണ്ടാമത്തെ എക്സാം എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. ഇത് എത്ര പഠിച്ചിട്ടും ഒരു കോൺഫിഡൻസ് ആവുന്നില്ല. പക്ഷേ ഞാൻ എക്സാം ഹോളിലേക്ക് കയറി ആൻസർ ഷീറ്റൊക്കെ വാങ്ങിച്ച് രജിസ്റ്റർ നമ്പർ എഴുതിയത് മാത്രം ഓർക്കുന്നുണ്ട്. എൻ്റെ പിന്നിൽ നിന്ന് ഒരു സ്വരം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി, നീ ഇന്നത് എഴുതുന്ന വേർഡ് ബൈ വേർഡായിട്ട് ഒരു മനുഷ്യൻ പുറയിൽ നിന്ന് പറഞ്ഞു തരുന്ന അതേ അനുഭവം. അത് പരിശുദ്ധാത്മാവാണ് നയിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു പാറ്റേണൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നു. ഒരു പ്രൊഫസർ പോലും അങ്ങനെ ഒരു പാറ്റേണൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ അതനുസരിച്ച് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഇയറിലെ എക്സാം മുഴുവൻ ആ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ എഴുതി. അതിലും എന്നെ ഞെട്ടിപ്പിച്ച സംഭവം ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നപ്പോഴാണ്. കാരണം ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 76% മാർക്കുണ്ടായിരുന്നു. ഒരു പേപ്പർ പോലും പോയിട്ടില്ല. അത് എനിക്ക് ഉറപ്പാണ്, 76% മാർക്ക് വാങ്ങിക്കാനുള്ള ബുദ്ധിയൊന്നും എൻ്റെ തലയ്ക്കകത്തില്ല. അത് പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ പരിശുദ്ധാത്മാവാണ് സഹായിച്ചത്. അന്ന് എനിക്കറിയില്ല ഇത് പരിശുദ്ധാത്മാവാണ് സഹായിക്കുന്നതെന്നൊക്കെ. അങ്ങനെ ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. ഞങ്ങൾ കുറേ കാത്തലിക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു വീടൊക്കെ എടുത്ത് താമസിച്ചു. അപ്പോൾ അമൽജ്യോതിയിലെ റൂളുണ്ട്, വർഷത്തിലൊരിക്കൽ കാത്തലിക് സ്റ്റുഡൻസ് മസ്റ്റായിട്ട് ധ്യാനം കൂടണം. അങ്ങനെ എൻ്റെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് നിലയ്ക്കൽ തോമസ് ലീഗയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഒരു ധ്യാനം അറേഞ്ച് ചെയ്തത്. ഞങ്ങളും ചെന്ന് പെർമിഷൻ ചോദിച്ചു, കാരണം ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ പോകും. ഞങ്ങൾക്കും പെർമിഷൻ കിട്ടി. ശരിക്കും ആ ഒരു ധ്യാനമാണ് എന്നെ മാറ്റിമറിച്ചത്. ആ ധ്യാനത്തിലൂടെയാണ് എനിക്ക് മനസ്സിലാകുന്നത് പിതാവായ ദൈവമാരാണ്, എന്തിനാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്, പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ദൈവം നമുക്കൊരു അമ്മയെ തന്നിരിക്കുന്നത്. അവിടെ ഒരു മണൽത്തിട്ടയുണ്ട്, അവിടെ ചെന്ന് എല്ലാവരും മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അന്ന് വരെ എൻ്റെ കഴുത്തിൽ ജപമാല കിടപ്പുണ്ട്. എനിക്ക് എങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ല. അന്ന് ഞാൻ മുട്ടുകുത്തി ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തിയെന്ന്. അന്നൊരു 203 മണി ജപവും അവിടെ നിന്ന് ചൊല്ലി. അതിൻ്റെ ശരീരത്തെ ഭാരമൊക്കെ അങ്ങ് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. വേറെ അവസ്ഥയിലായിരുന്നു അന്ന് നിന്നിരുന്നത്. അതിനുശേഷം എനിക്ക് ഉറപ്പാണ്, ഇതുവരെ അമ്മയെ വിട്ട് ഒരു കേസ് കെട്ടിനും പോയിട്ടില്ല. എനിക്ക് ഇന്നും ഉറപ്പാണ് അമ്മ എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ആ ഒരു ബോധ്യം എങ്ങനെ കൊണ്ടുവരുന്നത്. ആ ധ്യാനത്തിൽ വെച്ച് അമ്മ വലിയൊരു ബോധ്യം കൂടി തന്നു. അത് കുമ്പസാരത്തെക്കുറിച്ചായിരുന്നു. അന്ന് മാമോദിസ പോലും സ്വീകരിച്ചിട്ടില്ല. അന്നൊക്കെ നമ്മുടെ ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ബുദ്ധിയിലൊരു ചോദ്യമാണ്, ഇതൊക്കെ നടക്കുന്നതാണോ, ഒരാളോട് എന്തിനാണ് ഏറ്റു പറയുന്നത്. അന്ന് അമ്മ നൽകിയ സന്ദേശം ഇങ്ങനെയായിരുന്നു, എൻ്റെ കുഞ്ഞെ, നിൻ്റെ ഓരോ കുമ്പസാരവും അതൊരു ഏറ്റുപറച്ചിൽ മാത്രമല്ല, നിൻ്റെ ഉള്ളിൽ നിൻ്റെ ഹൃദയത്തിനകത്ത് കയറിയ ഈ അഹങ്കാരം, ഒരു ഞാനെന്ന ഭാവത്തെ അടിച്ച് ഉടയ്ക്കുന്നതാവണം ഓരോ കുമ്പസാരവും. അങ്ങനെ വലിയൊരു സന്ദേശമാണ് അമ്മ തന്നത്. അങ്ങനെ ആ ഒരു ധ്യാനമാണ് എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച് വലിയൊരു ഒരു ക്രിസ്ത്യാനിറ്റിയിലേക്ക് അടുപ്പിച്ചൊരു ധ്യാനമായിരുന്നു. 2007 ഓഗസ്റ്റ് 4 അന്ന് എൻ്റെ ബിടെക് തേർഡ് ഇയറൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന കാലം. അന്ന് എനിക്ക് വൈകിട്ട് എൻ്റെ അങ്കിള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പപ്പായ്ക്ക് ഒരു ആക്സിഡൻ്റായി, ഒന്ന് സ്കാൻ ചെയ്യാൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന റോഡിലൊന്ന് ഇറങ്ങി നിൽക്കണം.
അതിന് മുമ്പൊക്കെ എനിക്ക് ബ്ലഡ് കണ്ട് കഴിഞ്ഞാൽ തലയിറങ്ങും, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആംബുലൻസിൽ കയറിയപ്പോൾ പപ്പ ഇങ്ങനെ കിടത്തിയിരിക്കുക, പപ്പായ്ക്ക് വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ കഴുത്തിലൊരു ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, തലയൊക്കെ പൊട്ടി ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ദേഹമൊക്കെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. മെഡിക്കൽ കോളേജ് ചെന്നു, അങ്ങനെ സ്കാൻ റിപ്പോർട്ടൊക്കെ വന്നു. പപ്പായുടെ നട്ടലിൻ്റെ ഒരു 8 കണ്ണിയോളം പൊട്ടി, സ്പൈനൽ കോഡിൻ്റെ ഒരു 5 ബ്ലോക്കോളം കംപ്ലീറ്റ് ഡാമേജായി, കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് തളർന്നു പോയി. അങ്ങനെ 1-2 മണിക്കൂറിനകം മരിക്കുമെന്ന് പറഞ്ഞ് ICUവിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ആരംഭിച്ചു. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു, പപ്പ മരിക്കുന്നില്ല. ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുന്നു, റിസൾട്ടൊക്കെ കൊണ്ട് കാണിക്കുമ്പോഴും അവരെല്ലാം പറയുന്നത് മരിച്ചു പോയ ഒരാളുടെ റിസൾട്ടാണ് എന്നാണ് അവരൊക്കെ പറയുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു, സ്റ്റേജ് ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ അമ്മയും കൂടി അവിടെ ചോറ് വാങ്ങിക്കാൻ വേണ്ടി ഒരു കാരുണ്യ നിലയത്തിൽ ചെന്നു. അവിടെ ഒരു ചാപ്പൽ കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നു. അപ്പം എനിക്ക് വലിയ സന്തോഷം തോന്നി, കാരണം ഒരു ക്രിസ്ത്യാനിറ്റി എന്നൊരു പേര് കേട്ടാൽ പണ്ടൊക്കെ പൊട്ടിത്തെറിക്കുമായിരുന്നു. അങ്ങനെ ഒരു അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നു. ഞാൻ ആ പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ മമ്മി പള്ളിയിലേക്ക് ഓടിക്കയറുന്നത് കണ്ടു. അവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ടായിരുന്നു, അതിനോട് ചേർന്നൊരു ക്രൂശിത രൂപമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് മമ്മി മുട്ടുകുത്തി ഈ സാരിത്തുമ്പ് ഇങ്ങനെ പറിച്ച് നീട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്ന ഇങ്ങനെ കേട്ടു, ഈ കുരിശിൽ കിടക്കുന്ന അങ്ങ് ദൈവമാണെങ്കിൽ എനിക്ക് മറ്റൊന്നും വേണ്ട, എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ മാത്രം തിരിച്ചു തന്നാൽ മതി. ഞാൻ ഇന്നും ആലോചിക്കുമ്പോൾ കരഞ്ഞു പോകുന്നൊരു കാര്യമാണ്. ഞാനിങ്ങനെ എൻ്റെ മമ്മിയെ തിരിച്ചുകൊണ്ടുവന്ന ഡോക്ടർ പലപ്പോഴും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പപ്പ ഞങ്ങളുടെ മെഡിക്കൽ സയൻസിൽ എംബഡെ മരിച്ചു കഴിഞ്ഞു, ഇന്ന് ഈ വ്യക്തി ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണ കണ്ട, നിങ്ങളൊക്കെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ ആ അമ്മയുടെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ എൻ്റെ പപ്പയുടെ മേൽ കരുണയായിരിക്കണേ, എനിക്ക് അതിൽ കൂടുതലൊന്നും പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. അങ്ങനെ 2 മാസത്തിൽ കൂടുതൽ മെഡിക്കൽ കോളേജിൽ കിടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അന്നും എൻ്റെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന എനിക്ക് ഉള്ളിൽ അമ്മയാണ് ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നത്, നിന്നിൻ്റെ അനിയത്തി പഠിക്കുന്ന ഹോസ്പിറ്റലിലെ ഡയറക്ടർ അച്ഛനെ വിളിക്കുക. അങ്ങനെ സ്നേഹബഹുമാനപ്പെട്ട വൈദികനെ വിളിച്ചു, അവിടെ ഒരു റൂമൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ആരംഭിച്ചു. അന്ന് വൈകിട്ട് ഞാനിങ്ങനെ അവിടുത്തെ ഒരു ചാപ്പലിൽ കയറി അമ്മയുടെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും അച്ഛനെ കാണണം എന്നൊരു പ്രചോദനം എൻ്റെ ഉള്ളിൽ തോന്നി. ഞാൻ വീണ്ടും അച്ഛനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, അച്ഛൻ്റെ എനിക്ക് ക്രിസ്ത്യാനിറ്റി നല്ല വിശ്വാസമാണ്, എൻ്റെ പപ്പായ്ക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലുമോ? തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു 6 മണിക്കത്തെ കുർബാന എൻ്റെ പപ്പായ്ക്ക് വേണ്ടിയാണ് ചൊല്ലി. അതിനുശേഷം ആ വൈദികൻ വന്ന് എൻ്റെ പപ്പയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. ഈ കുർബാന കഴിഞ്ഞൊരു 10 മണിയായപ്പോൾ എൻ്റെ അപ്പ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എടാ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരം കേൾക്കുന്നു, നിനക്ക് ഞാൻ ശ്വസിക്കാൻ പ്രകൃതിയിൽ നിന്ന് ശ്വാസം തന്നിട്ടില്ലേ, പിന്നെ കൃത്രിമമായ ഉപകരണം വെച്ച് നീ എന്തിനാ ശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാനങ്ങനെ ഓക്സിജൻ്റെ മാസ്ക് ഒന്ന് എടുത്ത് മാറ്റി. ഒരു മിറാക്കിൾ എന്ന് പറയട്ടെ, ആ ഒരു മൊമെൻ്റ് മുതൽ എൻ്റെ പപ്പ തന്നെ ശ്വസിക്കാൻ തുടങ്ങി. അവിടുത്തെ ഡോക്ടറിനോട് തന്നെ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇറ്റ്സ് എ മിറാക്കിൾ, ഇതൊരിക്കലും സംഭവിക്കില്ല, കാരണം ഇത്രയും ആക്സിഡൻ്റ് നടന്ന വ്യക്തിക്ക്, പ്രത്യേകിച്ച് സ്പൈനൽ കോഡ് 5 ബ്ലോക്കും പോയി ഒരു ലങ്സൊക്കെ പോയൊരു വ്യക്തിക്ക് തന്നെ ശ്വസിക്കാൻ സാധ്യമല്ല. എനിക്ക് ഉറപ്പുണ്ട്, കാരണം ആ അമ്മ പ്രചോദിപ്പിച്ച ആ പുത്രൻ്റെ ആ പരിശുദ്ധ കുർബാന, അതിലൂടെയാണ് ആ ഒരു മിറാക്കിൾ സംഭവിച്ചത്. അതിനുശേഷം എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ആയുർവേദത്തിലെങ്ങാനും കാണിച്ചാൽ രക്ഷപ്പെടുത്തിയെടുക്കാമോ? ഞാൻ എൻ്റെ പപ്പയുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ആയിട്ട് ഒരു ആയുർവേദ വൈദ്യനെ ചെന്ന് കണ്ടു. ആ വൈദ്യൻ പപ്പയുടെ ജനന ഡേറ്റ് സമയത്തെക്കുറിച്ചിട്ട് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അറിയിക്കാം. അതിനുശേഷം വ്യക്തി വിളിക്കുന്നില്ല. 3-ാമത്തെ ദിവസം ഞാൻ വിളിച്ചപ്പോൾ ആ വൈദ്യനോട് പറഞ്ഞു, നിൻ്റെ അപ്പാടെ ജാതകം ഞാൻ എഴുതി, ജാതകം അനുസരിച്ച് നവംബർ 2, 2007 നിൻ്റെ പപ്പ മരിക്കും, അതിനുശേഷം നിൻ്റെ പപ്പയ്ക്ക് ഒരു ആയുസില്ല. വീണ്ടും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം. അന്ന് ഞാൻ കോളേജിലൊന്നും പോകുന്നില്ല, രാവിലെ എണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ആ കൂവപ്പള്ളി എന്ന് പറഞ്ഞ പള്ളിയിൽ കുറച്ച് നേരം പോയിരുന്ന് പ്രാർത്ഥിച്ചു. മനസ്സിനൊക്കെ ഭയങ്കര അസ്വസ്ഥത തോന്നുന്നു. മൊബൈലൊക്കെ ഓഫ് ചെയ്തു. ഒരു 3:30 ആയപ്പോൾ മൊബൈൽ ഓൺ ചെയ്തപ്പോൾ കുറേ മിസ് കോളായിട്ട് കിടക്കുന്നു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു പപ്പ മരിച്ചു, അതുകൊണ്ടാണ് ഇവരൊക്കെ വിളിക്കുന്നത്. മമ്മിയൊക്കെ പെട്ടെന്ന് വിളിക്കുന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അങ്ങനെ വീണ്ടും രാത്രി നടന്നു, ഏറെ വൈകി, ഒരു 11:45 ആ കൂവപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശുപള്ളിയുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഞാൻ വന്ന് നിന്നു. അവിടെ എത്തിയപ്പോൾ ഏതോ ഒരു ശക്തി എന്നെ ഇങ്ങനെ ധൈര്യപ്പെടുത്തുന്നു. ഞാൻ ഒരു സ്ത്രീയുടെ സ്വരമൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്, എന്താണെങ്കിലും നീ തളരാൻ പാടില്ല, കാരണം നിൻ്റെ അമ്മയ്ക്ക് അനിയത്തിക്ക് നീ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ തീരുമാനിച്ചു, അടുത്ത് വരുന്ന കോൾ ഞാൻ എടുക്കും. എൻ്റെ മൊബൈൽ ഞാൻ ഓൺ ചെയ്തു. ഞാൻ സമയം നോക്കിയപ്പോൾ 12:05. വൈദ്യുതി പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞാൽ 2-ാം തീയതി കഴിഞ്ഞ് 3-ാം തീയതി. വീണ്ടും എൻ്റെ മമ്മിയുടെ മൊബൈലിൽ നിന്ന് ഇങ്ങനെ കോൾ വന്നു. പെട്ടെന്ന് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി, കൈയൊക്കെ പറിച്ച് ഞാൻ റിസീവറിനൊക്കെ എൻ്റെ ചെവിയിലേക്ക് വെച്ചപ്പോൾ എൻ്റെ അപ്പാടെ സ്വരമാണ് കേട്ടെ. എന്താ മോനെ നീ കോൾ എടുക്കാതിരുന്നത്, കോളേജിൽ എന്തെങ്കിലും പരിപാടിയായിരുന്നു ചോദിച്ചു. ഞാനിങ്ങനെ വാവിട്ട് കാർക്കൊണ്ട് അപ്പയോട് പറഞ്ഞു, അപ്പ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ ഡേറ്റ് ആയിരുന്നു ഇന്നലെ, അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാതിരുന്നത്. പെട്ടെന്ന് എൻ്റെ അപ്പ എന്നോട് ഇങ്ങോട്ട് ആശ്രയിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്, അന്ന് അവൻ മരിച്ച ലാസനെ വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പോയ ജീവൻ മെഡിക്കൽ കോളേജിൽ തന്നെ തിരിച്ചു തന്നവനാണ് ഈശോ. പക്ഷേ എന്നോട് ദൈവം കാണിച്ച വലിയൊരു സ്നേഹവും കരുണയുണ്ട്. കാരണം പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യവും കൂടെ നടന്നതുകൊണ്ട് ഒത്തിരി പാപത്തിൽ വീഴാവുന്ന സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നെല്ലാം ആ ഒരു പ്രലോഭനങ്ങളെയൊക്കെ നേരിടാനായിട്ട് അമ്മയുടെ സാന്നിധ്യം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതം വേണമെങ്കിലും മദ്യത്തിൻ്റെ പുറകിലോ മയക്കുമരുന്നിൻ്റെ പുറകിലോ മറ്റേതെങ്കിലും പാപകരമായ രീതിയിലൊക്കെ തീർക്കാമായിരുന്നു. അതിനെല്ലാം ഉള്ള ചാൻസ് പിശാച് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് തന്നാണ്. പക്ഷേ എന്നെ കരുതുന്ന എൻ്റെ അമ്മ, അവളുടെ നീലക്കാപ്പയാൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അമ്മ, എൻ്റെ മനസ്സ് എപ്പോഴൊക്കെ തളരുന്ന അന്ന് ബൈബിളിൻ്റെ താളുകളുടെ മാത്രം കടത്താനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. അന്ന് ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ബൈബിൾ തുറന്നു. ദൈവം എനിക്ക് തന്ന ഒരു വചനം ഇതാണ്, വെളിപ്പാട് 21:4. അന്ന് ഞാൻ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടാവുകയില്ല, ദുഃഖമോ മുറുളിയോ വേദനയോ ഉണ്ടാകില്ല, പഴയതെല്ലാം കടന്നുപോയിരുന്നു. അതുപോലെ ആശ്വസിപ്പിക്കുന്ന ഒരു അമ്മയും ഒരു മകനെയും ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല, വിശുദ്ധ ബൈബിളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ
ഞാൻ 2008 ഓഗസ്റ്റ് മാസം എൻ്റെ ബി.ടെക് പഠനം പൂർത്തിയാക്കി. 1-2 കമ്പനിയിൽ ജോലി കിട്ടിയെങ്കിലും എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ പപ്പയുടെ കൂടെ ഞാൻ ചികിത്സയൊക്കെ നോക്കി ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ഒരു ദിവസം വീണ്ടും പപ്പ മരണത്തോട് അടുക്കുന്നൊരു സമയം. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അന്ന് പപ്പ കിടക്കുന്ന റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചാപ്പലാണ്, ആ ഹോസ്പിറ്റലിൽ ചാപ്പലാണ്. അവിടെ ഇങ്ങനെ പിള്ളേരൊക്കെ വൈകിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടി അവിടെ ആ കൂടെ ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം വെളിയിൽ ഇറങ്ങി ഇങ്ങനെ മമ്മി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു സിസ്റ്റർ അതുവഴി നടന്നു വരുന്നു. എൻ്റെ പെങ്ങളെ പഠിപ്പിക്കുന്ന വാർഡൻ സിസ്റ്ററാണ്. ആ സിസ്റ്ററിനോട് മമ്മി കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ഒരു വചനമാണ് മമ്മിയോട് പറഞ്ഞത്. ഞാനും 16-12 എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് മരുന്നോ ലേപനമോ ഔഷധമോ ഒന്നുമില്ല, പക്ഷേ എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് രോഗികളെ സൗഖ്യപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട്, അത് നിങ്ങൾ സ്വീകരിക്കുമോ? എൻ്റെ അമ്മ 2 കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു. സിസ്റ്റർ ഒരു വചനം കുറിച്ച് കൊടുത്തു, സങ്കീർത്തനം 107:20. അവിടുന്ന് എൻ്റെ വചനം അയച്ചു, അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഞാനും എൻ്റെ അമ്മയും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ, 10,000 സൂര്യനെക്കാട്ടിലും പവറുള്ള അങ്ങയുടെ വചനം അയക്കണമേ, സൗഖ്യമാക്കണമേ, വിശുദ്ധീകരിക്കണമേ. ആ സമയത്ത് ഉണ്ടായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആരോ വന്ന് എൻ്റെ ഡോറ് തട്ടി. ഞാൻ കഥ തുറന്നോക്കിയപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല. പക്ഷെ നേരെ കാണുന്നത് നിത്യാരാധന ചാപ്പലാണ്. അവിടെ 24 hours ആരാധനയുണ്ട്. എനിക്ക് അന്ന് ഞാനൊരു വിഷൻ പോലെ ഒന്ന് കണ്ടു. എനിക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് ഒറിജിനലാണോ അതോ എനിക്ക് തോന്നിയതാണോ, ഞാൻ കണ്ടതാണോ. വിശുദ്ധ കുർബാനയുടെ നടുക്ക് രക്തമൊലിപ്പിച്ച് നിൽക്കുന്ന ഒരു ഹൃദയം, അതിൽ നിന്നിങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു, അത് പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സാവധാനം ആ വിഷൻ അങ്ങ് മറഞ്ഞു. അതിനുശേഷം എൻ്റെ പപ്പ കിടക്കുന്ന റൂം നിറച്ച് പച്ച ബ്ലഡിൻ്റെ സ്മെല്ല് വീശാൻ തുടങ്ങി. പപ്പ സാവധാനം ഉറങ്ങാൻ തുടങ്ങി. അതിന് മുമ്പ് ഉറങ്ങാൻ പേടിയാണ്, കണ്ണിങ്ങനെ തുറന്നു തന്നെ ഇരിക്കും, മരിച്ചു പോകുന്ന പേടിയാണ്. അന്ന് 4-5 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് എൻ്റെ പപ്പ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, എൻ്റെ പുറത്തുകൂടി എന്തോ ഒഴുകുന്നു, ബ്ലഡിൻ്റെ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ തിരിച്ചു നോക്കി, ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. വീണ്ടും പറഞ്ഞില്ലടാ, എൻ്റെ പുറത്തുകൂടി ശക്തമായിട്ട് എന്തോ ഒഴുകുന്നുണ്ട്, ബ്ലഡിൻ്റെ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമുണ്ട്, കുരിശിൽ മരിച്ച ദൈവം. ആ ഈശോ അവൻ്റെ സൗഖ്യപ്പെടുന്ന രക്തം കൊണ്ട് എൻ്റെ അപ്പയുടെ ആക്സിഡൻ്റ് എന്ന സ്ഥലം കഴുകിയെടുക്കുകയായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് സിസ്റ്ററിനോട് പറയുന്നു, സിസ്റ്റർ അടുത്തൊരു വചനം തരുന്നു. അങ്ങനെ ആ ഒരു വചനം വെച്ച് പ്രാർത്ഥിക്കേണ്ട പപ്പയുടെ ശരീരത്തിൽ എന്തൊക്കെയോ മിറാക്കിള് അനുഭവിക്കാൻ തുടങ്ങി. ശരീരമൊക്കെ നന്നാവുന്നു, അവയവമൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ശരിക്കും ആ ഒരു സംഭവം തുടങ്ങിയത് പോലും ആ ഒരു ചാപ്പലിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ പ്രാർത്ഥിച്ചതിന് ശേഷമാണ്. ഒരു പക്ഷേ പരിശുദ്ധ അമ്മയാവാം ആ സിസ്റ്ററിനെ പ്രചോദിപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇട്ടു തന്നത്. ശരിക്കും സിസ്റ്റർ വചനമാകുന്ന വിത്ത് ഞങ്ങളുടെ കുടുംബമാകുന്ന ആ നിലത്തിൽ അന്ന് ആ സിസ്റ്റർ പാകി, അതിന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യമാണ് അതിലൂടെ അറിയാൻ സാധിച്ചത്. അതിനുശേഷം ആ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഓരോ ദിവസം ഞങ്ങളുടെ റൂമിലേക്ക് കയറി വരാൻ തുടങ്ങി. അങ്ങനെ ജപമാല പ്രാർത്ഥനകളൊക്കെ, വിശ്വാസ പ്രമാണം മുതലുള്ള പ്രാർത്ഥനകൾ സിസ്റ്റർ ഒരു പേപ്പറിൽ എഴുതി ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ ദിവസവും എൻ്റെ പപ്പായും അമ്മയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ആ സിസ്റ്റർ ഓരോ വചനങ്ങൾ കൊണ്ട് തരാൻ തുടങ്ങി. എൻ്റെ ജപമാലയ്ക്കിടയ്ക്ക് ആ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കെ പപ്പയുടെ ശരീരത്തിൽ എന്തൊക്കെയോ അത്ഭുതങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഒരു ദിവസം സിസ്റ്റർ ഒരു ബൈബിളുമായിട്ട് കടന്നു വന്നു. എൻ്റെ ഒരു പാസേജ് മാർക്ക് ചെയ്യുന്നു, എസെക്കിയേൽ 37, അസ്ഥികളുടെ താഴ്വര. അതിൽ 37:7 ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്, പ്രവാചകൻ കൽപ്പിച്ചപ്പോൾ ഒരു കിരികിരാ ശബ്ദമുണ്ടായി, വേർപെട്ട് പോയ അസ്ഥിയെല്ലാം കൂടിച്ചേർന്നു. ഞങ്ങളെന്നും ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ എസെക്കിയേൽ 37:7 ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ ഇത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പപ്പയുടെ പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു ശബ്ദമൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ വിറകം പൊടിക്കുന്ന പോലെയോ കല്ലുകളൊക്കെ കൂട്ടിയിടിക്കുന്ന പോലെയൊക്കെ ഒരു ശബ്ദം പപ്പയുടെ പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 1.5 വർഷം കഴിഞ്ഞു. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്നറിയാൻ ഞാൻ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കി. ഞാൻ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്, എനിക്ക് സയൻസിൻ്റെ എന്തൊക്കെയോ അറിയാം, പക്ഷേ നമ്മുടെയൊക്കെ സയൻസിൻ്റെ ബുദ്ധിയെപ്പോലും കടത്തി വെട്ടുന്ന ഒരു എക്സ്റേ റിപ്പോർട്ട് ഞാൻ പപ്പയുടെ റിസൾട്ടിൽ ഞാൻ കണ്ടു. കാരണം സ്കാൻ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 മുതൽ 9 വരെ ഒരു കണ്ണി പോലുമില്ല, എല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് 7 പോലെയൊക്കെ വളഞ്ഞിരിക്കുന്നു. പക്ഷേ എക്സ്റേ റിപ്പോർട്ട് നോക്കിക്കഴിയുമ്പോൾ ഒരു നോർമൽ മനുഷ്യൻ്റെ അസ്ഥി എങ്ങനെയാണോ അതുപോലെ ഇരിക്കുന്നു. നമുക്ക് ഈ ഒടിഞ്ഞു പോയ 8 കണ്ണികളും ഇങ്ങനെ പെറുക്കിയെടുക്കാം, 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട്. അതൊരു മരുന്നോ ലേപനമോ ഔഷധമോ ഒന്നും കൊണ്ടല്ല, രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം. അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഈ ദൈവത്തെ വചനം എന്ന് വിളിക്കുന്നതും വചനത്തെ ദൈവം എന്ന് വിളിക്കുന്നതും. ശരിക്കും ആ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കെ നമ്മുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ശരീരത്തിലെ സൗഖ്യങ്ങളായിക്കൊള്ളട്ടെ, അനുദിനം കടന്നു വരുമെന്ന വലിയൊരു ബോധ്യം അന്നാണ് ലഭിച്ചത്. അതിനുശേഷം ഞാൻ ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാനൊന്ന് തിരുനെൽവേലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു ടെലികോം കമ്പനിയുടെ ഇൻ്റർവ്യൂ ആണ്. അത് ഞാനിങ്ങനെ പുനലൂരിൽ നിന്ന് ബസ് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക. കുറച്ച് ദൂരം കഴിഞ്ഞ് ഞാനിങ്ങനെ ബസ്സിൻ്റെ ജനലിൻ്റെ സൈഡിലായിരിക്കുന്നത്, എൻ്റെ കൈ ഇങ്ങനെ പുറത്തോട്ട് വെച്ചിട്ട്, എപ്പോഴും അങ്ങനെ വെച്ചാൽ യാത്ര ചെയ്യാറ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ത്രീയുടെ സ്വരം കേൾക്കുകയാണ്, നീ ഇവിടുന്ന് മാറിയിരിക്കുക. ഞാനപ്പോൾ പുറകോട്ടൊക്കെ തിരിഞ്ഞ് നോക്കി, പക്ഷേ സീറ്റെല്ലാം ഒക്യുപ്പൈഡാണ്.
അങ്ങനെ ഒരു 2-3 സ്റ്റോപ്പും കൂടി കഴിഞ്ഞ് ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയപ്പോൾ 1-2 പേര് ഇറങ്ങി. ഞാനപ്പോൾ എഴുന്നേറ്റ് ബാക്കിലോട്ട് മാറിയിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ഈ സീറ്റിലോട്ട് തന്നെ ഇങ്ങനെ കണ്ണും നോക്കിയിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ മാറിയിരിക്കാൻ പറഞ്ഞത്? 2-3 സ്റ്റോപ്പും കൂടി കഴിഞ്ഞ് അവിടെ റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ ഒരു പകുതി ഇങ്ങനെ പൊളിച്ചിട്ടേക്കുക. അപ്പോൾ ബസ് നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇങ്ങനെ ഒരു സൈഡിലോട്ട് ചേർന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ബസ് ചെന്ന് ഒരു ഇലക്ട്രിക് പോസ്റ്റിനിട്ട് ഇടിച്ചത് ഞാനിരുന്ന സീറ്റിൽ മറ്റൊരാൾ ഇരിപ്പുണ്ടായിരുന്നു. അയാളും ആ കൈ അങ്ങനെ തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത്. അയാളുടെ കൈ ചേർത്താണ് ആ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത്. അയാളുടെ തോളിൽ പൊട്ടി. പുള്ളിക്കാരനെ പിന്നെ നമ്മൾ ചെങ്കോട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടൊക്കെ പോയി. ശരിക്കും ആക്സിഡൻറ്റ് എനിക്ക് വരേണ്ടതായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ എന്നോട് പെട്ടെന്ന് ചോദിച്ചു, നിനക്കെന്താ വല്ലതും വെളിപാട് കിട്ടി ഇങ്ങോട്ട് പോരാനായിട്ട്? അത് പരിശുദ്ധ അമ്മയുടെ സ്വരമായിരുന്നു, നീ ഇവിടുന്ന് മാറിയിരിക്കുക. എനിക്ക് പെട്ടെന്ന് എന്തും ഇങ്ങനെ എൻ്റെ കയ്യിൽ എപ്പോഴും ബൈബിൾ കാണും. ഞാൻ പെട്ടെന്ന് എൻ്റെ ബാഗ് തുറന്ന് ഞാൻ ബൈബിൾ എടുത്തു. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ്, യെശയ്യാ 30:20. നിനക്ക് കർത്താവ് ക്ലേശതയുടെ അപ്പം ഭക്ഷിക്കാൻ തന്നാലും ജലം പാനം ചെയ്യാൻ തന്നാലും നിൻ്റെ ദൈവം നിന്നിൽ നിന്നൊരിക്കലും മറഞ്ഞിരിക്കത്തില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിയുമ്പോൾ നിൻ്റെ കാതുകൾക്ക് പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ യേശുവിൻ്റെ വെളിപ്പെടുത്തലുകൾ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴം എന്തുമാത്രമാണെന്നൊക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. അങ്ങനെ എൻ്റെ പപ്പയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഞങ്ങളുടെ സാമ്പത്തികമൊക്കെ അങ്ങ് തീർന്നു. എല്ലാം വിറ്റ് പണയപ്പെടുത്തി. ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് രൂപ അടയ്ക്കാനുണ്ട്, ഫാർമസിയിൽ 10,000 രൂപ അടയ്ക്കണം. ഇനി പൈസ കൊടുക്കുക, ഫുഡൊന്നും കിട്ടില്ല. അന്നൊരു 100 രൂപ എന്നൊരു ദിവസമുണ്ട്. അന്ന് രാവിലെ ഞാൻ എൻ്റെ നാട്ടിൽ വിളിച്ച് 1-2 പേര് എന്നെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ 50 രൂപ ചിലവാക്കി നാട്ടിലെത്തി. പക്ഷേ സഹായിക്കാമെന്ന് പറഞ്ഞ വ്യക്തികളെല്ലാം അതും പറഞ്ഞ് ഒഴിവായി. എന്നാൽ ശരിക്കും വിശപ്പ് എന്താണെന്നൊക്കെ മനസ്സിലാകുന്നു. 2-2:30 വിശന്ന് വയറ് കരിയുക എന്നൊക്കെ പറയില്ലേ, അതന്നാ അനുഭവിച്ചത് ശരിക്കും. പക്ഷേ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല. ബാക്കി 50 രൂപയേ ഉള്ളൂ. ഞാൻ എൻ്റെ പപ്പായെ വിളിച്ച് പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു വരുന്നില്ല, അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ, ആരും നമ്മളെ സഹായിക്കുന്നില്ല. എൻ്റെ മനസ്സിലെ പ്ലാൻ ഇതായിരുന്നു, എവിടെയെങ്കിലും ചെന്ന് ആത്മഹത്യ ചെയ്യുക. ഞാൻ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഇതാണ്, ഞാൻ കുർബാന സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പള്ളിയുടെ അവിടെ ഒരു വിഷക്കടയുണ്ട്. അവിടെ ചെന്ന് 50 രൂപയുടെ സാധനം വാങ്ങിക്കുക, ഏതെങ്കിലും കാട്ടിൽ കയറുക, കഴിക്കുക, തീരുക. ഇത് ലക്ഷ്യമാക്കി ഞാൻ പള്ളിയിലേക്ക് നടക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ നടന്ന സംഭവം ഇതാ, സിസ്റ്റർ വീണ്ടും എൻ്റെ പപ്പയുടെ മമ്മയുടെ റൂമിലേക്ക് കയറി ചെന്നിട്ട് ഒരു വചനം കൊടുക്കുന്നു, ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. എൻ്റെ പപ്പായും അമ്മയും കൂടി അവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടയുണ്ട്. എൻ്റെ പപ്പായെ പതുക്കെ വീൽ ചെയർ പൊക്കിയിരുത്തി ആ മാതാവിൻ്റെ ഗ്രോട്ടയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഇവർ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശരിക്കും അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കിപ്പോൾ ആവശ്യം ചികിത്സയ്ക്കുള്ള പണമോ അതെവിടെന്നെങ്കിലും തന്നേ പറ്റൂ. അങ്ങനെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ റൂമിൽ കയറി വന്നു. പപ്പായുടെയും മമ്മയുടെ റൂമിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ കയറി നിന്നിട്ട് ഒരു കയ്യിലൊരു വാച്ച് പോലും കെട്ടിയിട്ടില്ല. ആ വ്യക്തി 8-10 മിനിറ്റ് സംസാരിച്ചിട്ട് പോകാൻ നേരത്തെ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ ചികിത്സയ്ക്ക് ഇച്ചിരി പൈസ ഉണ്ട്, നിങ്ങളിത് വാങ്ങിക്കണം. എൻ്റെ അമ്മ കൈ നീട്ടിട്ട് പെട്ടെന്ന് കൈ വലിച്ചു. ഇന്ന് വരെ അങ്ങനെ ആരുടെ വാങ്ങിച്ചിട്ടില്ല. അമ്മ പറഞ്ഞു, ഇവിടെ പൈസയ്ക്ക് ആവശ്യത്തിനുണ്ട്, വേണ്ടാന്ന് പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞു, ഇവിടെ കാശില്ലാന്ന് ഈശോ എന്നോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ മമ്മയുടെ കയ്യിലേക്ക് ഒരു പൈസ ഇട്ടച്ച് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. എൻ്റെ മമ്മ എണ്ണി നോക്കിയപ്പോൾ 10,000 രൂപ ഉണ്ടായിരുന്നു. എൻ്റെ മമ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞിടാ, തൽക്കാലം ഇച്ചിരി പൈസ കിട്ടി, നീ വിഷമിക്കേണ്ട, തിരിച്ചു കയറി പോരാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ നിൽക്കുന്നത് ആ വിഷക്കടയുടെ ഫ്രണ്ടിലാണ്. ഞാൻ വീണ്ടും എൻ്റെ പിന്നിൽ നിന്നൊരു സ്വരം ഇങ്ങനെ കേട്ടു, ജെറമിയ 32:27. ഞാൻ സകല മർത്തിൻ്റെയും കർത്താവായ ദൈവമല്ലേ, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? തിരിച്ചു വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു. ശക്തമായിട്ട് ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കും. എന്നും ജപമാല ചൊല്ലിയിട്ട് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കും. ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക ആരൊക്കെയോ റൂമിലേക്ക് കടന്നു വരുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ കേട്ടിട്ടില്ലാത്തവർ. അവർ പോകാൻ നേരത്ത് ബെഡിൻ്റെ സൈഡിൽ ഒരു 500 രൂപ 1000 രൂപയൊക്കെ വെച്ചിട്ട് പോകും. ഇന്ന് വരെ ഞാൻ കാശിന് ആവശ്യമുണ്ടെന്ന ഒരു വ്യക്തിയോട് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് എന്താവശ്യം വന്നാലും ഏതെങ്കിലും നിത്യാരാധന ചാപ്പലിലേക്ക് കയറി ചെല്ലും, അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധ സക്രയുടെ ഫ്രണ്ടിൽ ചെന്ന് മുട്ടുകുത്തും, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ത്രിയേക ദൈവത്തോട് ഞാൻ പറയും, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നയെന്ന് യേശുക്രിസ്തു വഴി എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആരെങ്കിലും അങ്ങ് പ്രചോദിപ്പിക്കണമേ. അങ്ങനെ ഓരോരുത്തർ റൂമിലേക്ക് കയറി വരാൻ തുടങ്ങി. ഒരു ദിവസം 2 ദിവസം പ്രാർത്ഥിക്കും. ഒരു 30,000 രൂപ 40,000 രൂപ റൂമിൽ വരും. അങ്ങനെ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു 3-3:30 ആയപ്പോൾ അമ്മ കരയുക. അപ്പോൾ അപ്പ ചോദിച്ചു, എന്താ മോളെ നീ ഇങ്ങനെ വിഷമിച്ച് കരയുന്നേ? അമ്മ പറഞ്ഞു, എനിക്ക് വീട്ടിൽ നിന്ന് ഇച്ചിരി ആഹാരം കഴിക്കാൻ കൊതിയായി. അന്നിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ 2.5 വർഷമോളമായി. ഈ ക്യാൻറ്റീനിലെ ആഹാരമൊക്കെ കഴിച്ച് എൻ്റെ വായും നാക്കൊക്കെ പൊട്ടി. എനിക്ക് വീട്ടിൽ നിന്നുണ്ടാക്കിയ ഒരു ഇച്ചിരി കപ്പയും മീനും തിന്നാൻ കൊതിയാവുന്നു. അന്നിങ്ങനെ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് മമ്മി കരയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പപ്പ പറഞ്ഞു, അതിനെന്താ നീ ഇങ്ങനെ വിഷമിച്ച് കരയുന്നത്? ഇത്രയും തന്ന ദൈവം ഇനി മഹത്വത്തിൻ്റെ സമ്പന്നത്തിന് കപ്പയും മീനുമാണ് തരാത്തത്. ഇത് പറഞ്ഞ് വാമോടാനും ഒരാൾ വന്നിട്ട് ഡോർ തട്ടി. ഞാൻ കഥ തുറന്ന് നോക്കിയപ്പോൾ 5-6 പേർക്ക് കഴിക്കാനുള്ള ഒരു കപ്പയും മീനൊക്കെ ആയിട്ട് നിൽക്കുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. താഴെ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ കാണാൻ വന്നതാണ് 3:30 കപ്പയും മീനൊക്കെ ആയിട്ട്. പക്ഷേ ആ പേഷ്യൻ്റ് രാവിലെ ഡിസ്ചാർജ് ആയിപ്പോയി. പക്ഷേ തമ്പുരാൻ അറിയാമായിരുന്നു തമ്പുരാൻ്റെ മക്കൾ ആ സമയത്ത് കപ്പയും മീനും ചോദിക്കുമെന്ന്. അത് തലേദിവസം ഒരാളെ കൊണ്ട് വാങ്ങിപ്പിച്ച് കറിവെപ്പിച്ച് കൊണ്ടുവരുന്ന സ്നേഹം. നമ്മുടെയൊക്കെ അറിവിനെ അതിശയിപ്പിക്കുന്ന കർത്താവിൻ്റെ ഒരു സ്നേഹമുണ്ട്. നമ്മുടെയൊക്കെ ചിന്തയെ ബുദ്ധിയിലൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ ആഴമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന പരിശുദ്ധ അമ്മയാണ്. അമ്മയോട് ചേർന്ന് മധ്യസ്ഥം വച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും അമ്മ ഇങ്ങനെ താങ്ങുന്നു.
എന്തും ആവശ്യങ്ങളെല്ലാം തമ്പുരാനോട് പറഞ്ഞ് വാങ്ങിച്ചു തരുന്നു. നമ്മൾ പോലും ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ തലേദിവസം പോലും ഒരാളെ കൊണ്ട് വാങ്ങിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സ്നേഹം, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത വലിയൊരു ദൈവ സ്നേഹമുണ്ട്. ഇത്രയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ വിട്ട് നമുക്കെങ്ങും പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതുപോലെ കരുതുന്ന ഒരു അമ്മയുടെ തണലിൽ നിന്ന് നമുക്കെങ്ങും പോകാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് വേർപെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കുന്നില്ല.